അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷിനി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1 എൻ്റെ പറയാൻ താല്പര്യമില്ല അങ്ങനത്തെ ഒരു നിങ്ങൾ ഇപ്പോൾ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിൽ കാണിച്ചു തരാം. ഞാനത് അവളാണ് റോഷിനി. കാരണം എൻ്റെ ദിയാസന നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക്. ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ അവളെ ഈ ഫയലിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിച്ചത് മുതൽ ഞാൻ ആലോചിച്ച് പുറകിൽ നടന്ന മാതിരിയൊന്നും എനിക്ക് മറ്റേ ഇത് കിട്ടിയില്ല, എന്താ പറയുക, റീച്ചുള്ള ചാനൽ കിട്ടിയില്ല. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. പൂക്കുട്ടി ഒരു കാര്യം ചെയ്യണം, സജന നൂറിൻ്റെ പേരിൽ ആദ്യം കേസ് കൊടുക്കണം. കാരണം സജന നൂറിൻ്റെ അക്കൗണ്ട് വഴിയാണ് ഇതെല്ലാ സാധനങ്ങളും വെളിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം മറ്റ് യൂട്യൂബ് ചാനലുകളെയും മറ്റാളുകളെയും ടാർഗറ്റ് ചെയ്തിട്ടോ 250 ചാനലുകൾക്കെതിരെ കൊണ്ടുപോയി സജന നൂറിനെ കൊണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചിട്ടൊന്നും ഒരു തേങ്ങ എടുക്കാൻ പോകുന്നില്ല. സജന നൂറിനെതിരെയാണ് ഫസ്റ്റ് നിങ്ങൾ പരാതി കൊടുക്കാനുള്ളത്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സജിന, ഫിറോസ്, ദിയാസന, പിന്നെ റസൂൽ പൂക്കുറ്റി, പിന്നെ വേറെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവർക്കിടയിൽ നടക്കുന്നത്. സജന വന്നൊരു വീഡിയോ ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ഫിറോസ് ഒന്നൊരെണ്ണം ചെയ്യുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് ദിയാസനെ പറ്റി പറയുന്നു, ദിയാസന വരുന്നു, അങ്ങനെ അത് കഴിഞ്ഞ് വേറെ പുള്ളിക്കാരെ പറ്റി പറയുന്നു, അവർ വരുന്നു. ഇങ്ങനെ മൊത്തം ലഹരി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത്രയും ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായിക്കൊണ്ട് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ വിഷയമായിരുന്നു. തൊപ്പിയുടെ കുറേ ആൾക്കാർ വന്നിരുന്നു വെച്ച് അത് കഴിച്ചില്ലേ നീ, ഇത് കുടിച്ചില്ലേ നീ, അതിരത്തില്ലേ നീ, ഇത് മാത്രം ഈ ലഹരി പദാർത്ഥങ്ങളെ പറ്റി മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ് അവർ രമേശ് ചെന്നിത്തല സാറേ എന്നെ അങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പം ഇവരും വന്നിച്ച് അവരത് ഉപയോഗിക്കുന്നത് കണ്ടു, ഇവരിത് ഉപയോഗിക്കുന്നത് കണ്ടു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ തെളിവ് സഹിതം തരാം, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ. സത്യത്തിൽ ഇവർക്കൊക്കെ നാണമില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം എന്നതെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാൽ പോരെ. ഈ സോഷ്യൽ മീഡിയ വന്നിച്ച് കിടന്ന് ഓരോന്നും വിളിച്ച് പറയും, എന്നിട്ട് അതിനെതിരെ ആരും കമൻറ്റ് ഇടാൻ പാടില്ല, അതിനെതിരെ ആരും സംസാരിക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കണം, തിരിച്ച് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല, തിരിച്ച് നമ്മൾ ഇതിനൊന്നും ഒരു അഭിപ്രായം പറയാൻ പാടില്ല. ഇവർ പറയുന്ന മൊത്തം വെള്ളം തൊടാതെ നമ്മളങ്ങ് വിഴുങ്ങിക്കണം, ഇതൊക്കെയാണ് ശരിയെന്നുള്ളത്. എന്നും മതി ഇവരൊക്കെ വന്നെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിക്കാണ് ഓരോന്നും പറയുന്നത്. കമൻറ്റ് ഇടുന്നവരെയൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാം. അവർ കമൻറ്റ് ഇടുന്നവരെ പറയുന്ന ഏതെല്ലാം രീതിക്കാണ് കമൻറ്റ് ഇട്ടവരാണ് ഇപ്പോൾ ഇതിനെല്ലാം പ്രശ്നക്കാരെന്നുള്ള രീതിക്കാണ് വന്നേച്ച് പറയുന്നത്. അല്ലാതെ ഇവർ കാണിച്ചു കൂട്ടുന്ന കോലത്തിൻ്റെ ഒന്നുമല്ല. ഇതിൻ്റെ തുടക്കം എവിടെ ആയിരുന്നെന്ന് ചോദിച്ചാൽ സജിന തന്നെയാണ് ഇത് മൊത്തം തുടങ്ങി വെച്ചേക്കുന്നത്. ഇത് മുഴുവൻ തുടങ്ങി വെച്ചേക്കുന്നത് ഈ സജിന എന്ന് പറഞ്ഞ പുള്ളിക്കാർ തന്നെയാണ്. ഇവർ കൊണ്ടുവന്നൊരു പോസ്റ്റ് ഇട്ടതാണ്. എന്നിട്ട് അന്ന് ഇവർ പറഞ്ഞു ഇവരല്ല പോസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞു. അത് അവരുടെ വായിൽ തന്നെ വന്നിട്ടുണ്ട് പോസ്റ്റ് ഇട്ട ആരാന്നുള്ളത്. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇപ്പം ഈ റസൂൽ പൂക്കുറ്റി എന്ന് പറഞ്ഞ ആൾ അവാർഡ് മേടിച്ച് സോഷ്യൽ മീഡിയയിലും ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അത് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തു, എല്ലാവരും അതിന് കമൻറ്റ് ഇട്ടു. പക്ഷേ ഇതുവരെ അദ്ദേഹം എങ്ങും വന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ ഈ പേരെടുത്തിട്ട് ഇവരെല്ലാം കിടന്ന് പറയുന്നതേ ഉള്ളൂ. അദ്ദേഹം മോശക്കാരനാണെന്നും അദ്ദേഹം ചീത്ത സ്വഭാവക്കാരാണെന്നും സജിന തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വഭാവം നല്ലതാണെന്നുള്ളത് അതെല്ലാം അവരുടെ വോയിസ് തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ ഇത് മൊത്തം മറ്റുള്ളവർ ഏതാണ്ട് ചെയ്ത് ഇവർ പറയുന്ന എന്നതാണെന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു വെളിവില്ല. ഇവർ തന്നെയാണ് ഇവർക്കുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഇവർ വന്ന് സോഷ്യൽ മീഡിയ പറയുന്നതും എല്ലാം ഇവർക്കെതിരെയുള്ള വടി ഇവർ വെട്ടി കൈ കൊടുത്തിച്ച് ഇന്നാ പിടിച്ചോ എന്നെ അടിച്ചോ എന്നുള്ള രീതിക്കാണ് ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മൾ എന്നേലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ പറയും നിങ്ങളൊക്കെ ആരാണ് ഇതിൽ ഇടപെടാനായിട്ട്, നിങ്ങളൊക്കെ ഇതിലെന്തിനാ. അങ്ങനെയുള്ളൊരു സോഷ്യൽ മീഡിയ വന്നൊന്നും പറയാൻ നിൽക്കരുത്. ഞാനൊരു വീഡിയോ ചെയ്യുന്നു, എനിക്കൊരു നെഗറ്റീവ് കമൻറ്റ് വരുന്നെങ്കിൽ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ഒരു കാര്യങ്ങൾ കൊണ്ട് വരുന്നത്. അതെനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് എനിക്ക് തോന്നിയ രീതിക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും, ഇല്ല ഞാനത് നോക്കാൻ പോകത്തില്ല. ഇത് ഏതെങ്കിലും ഒന്നേ അതിന് നടക്കുകയുള്ളൂ. നമ്മളിത് വന്നിരുന്ന ചോരൊന്നും പറഞ്ഞേച്ച് നമ്മൾ ആരും ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാണേലും ആദ്യം തന്നെ നമുക്ക് സജനയുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. സജനയുടെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സജിന കുറേ കാര്യങ്ങൾ വന്നിച്ച് പറയുന്നുണ്ട്. സജിന വന്ന് ഇൻസ്റ്റയിൽ വന്ന് സജിനയുടെ അക്കൗണ്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്തൊന്നും മുഴുവനൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്ന കൂടുതലും ഈ ദിയാസനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ മറ്റേ ഇവരെ വെളിയിൽ കൊണ്ട് അവരെ പറ്റി പറയുന്നുണ്ട്, പിന്നെ ഫിറോസിനെ പറ്റി പറയുന്നുണ്ട്. ഫിറോസ് കുഞ്ഞിനെ മോശമായിട്ടൊക്കെ ഉപയോഗിക്കുന്നോ എന്നതൊക്കെയോ ഇവർ വന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നതിൻ്റെ അതുപോലെ തന്നെ ഇവർ കുഞ്ഞുങ്ങളെ ഇതാക്കി ഇവരും ആത്മഹത്യ ചെയ്യുന്നു ഒക്കെ ഇവർ ഒത്തിരി കാര്യങ്ങൾ ഇവർക്ക് തന്നെ പണി കിട്ടുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ഇവർ കുറേ പറയുന്നുണ്ട്. എന്നാണേലും അതല്ല അവരുടെ കാര്യങ്ങൾ. പക്ഷേ ഇതിനകത്തൊന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടതിന് ശേഷം അതിന് മറുപടി കൊടുക്കാം. എൻ്റെ ദിയാസന നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക്. ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ല ദിയ, അപ്പം നീക്ക് എന്താ പേടിയുണ്ടോ? എൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കണല്ലോ. എടി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും.
നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്, റോഷിനി എന്ന് പറഞ്ഞിട്ട് ദുബായ്. ഇതിൽ ദിയാസിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ദിയാസിനെ പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു മറുനാടിന് കൊടുത്ത ഒരു ഇതിന് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ദിയാസിനെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ദിയാസിനെ 2 വീഡിയോ അവരുടെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആദ്യം ഒരു കാര്യം പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അത് ദിയാസിനെ പറയുന്നത്, ഞാൻ ഇതിന് ഉള്ള മറുപടി തരും, പക്ഷേ അതൊരു ഇൻ്റർവ്യൂ ആയിട്ട് ഞാൻ തരുന്നുള്ളൂ, ഏതെങ്കിലും നല്ലൊരു ചാനലിൽ കൊടുത്തിട്ട് തരുന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അവർക്കപ്പോൾ സമയമില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഇത് എന്നാന്നുള്ളതിൻ്റെ കാര്യം ഒരുപാട് ചാടി ദേഷ്യപ്പെട്ടൊന്നും അല്ല അവർ തരുന്നത്. അതിൽ കുറച്ച് ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാവേ. ഹലോ എവരിവൺ, ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളം അവരും ഫിറോസും റസൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയറാണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സാരിക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിലേക്ക് നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളം വീഡിയോയിലെ ഒരു പോയിന്റ് ആയ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഒരു തമ്മിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ ഡിഫോമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പോൾ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാം. അപ്പോൾ അവർ പരാതി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർ പരാതി കൊടുത്തിച്ച് വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇവർ വലിയ ബഹളമില്ലാതെ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നും. നമ്മളിപ്പോൾ ഒരു പരാതി കൊടുക്കാൻ പോകുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കും, നിങ്ങൾ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെ പറ്റി മോശമായിട്ടൊന്നും പറയാതെ ഇവരിങ്ങനെ നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഇവർ ഇതിനേക്കാൾ എമണ്ടം പണി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുത്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സിനിഫൈൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതും ഇവർ ID കൂടെ വന്ന് ഇവർ പറയുന്നുണ്ട്. ഇവർ പല ചാനലിലോടും വിളിച്ച് ഇൻ്റർവ്യൂവിന് അങ്ങോട്ട് ഇവർ ആവശ്യപ്പെട്ടു. കാര്യം ഈ ഒരു കാര്യങ്ങൾ പറയട്ടെ. ആദ്യമേ അവർ സമ്മതിച്ച് എല്ലാം വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വിളിച്ച് ചേർന്ന് ക്യാമറ കുഴപ്പം, മറ്റത് കുഴപ്പം, മറിച്ച കുഴപ്പം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. അതിലേക്ക് ഇവർക്ക് എന്തോ ഡൗട്ട് അടിച്ച് ഇവർക്കിട്ടുള്ള പണി വേറെ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കാര്യം ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുമെന്ന് ഇവർ അതിന് മുമ്പേ പറഞ്ഞായിരുന്നു. ഇവർ ഇപ്പോൾ ഈ പറയുന്ന വോയിസ് കൊടുക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ അവർ ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി അതിനുള്ള പൈസ കൊടുത്ത് അവർ ഒതുക്കിയെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് ഇവർ ഈ ഇൻസ്റ്റയിൽ വന്നിച്ച് ഇവരുടെ ID കൂടെ തന്നെ ഇവർ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാണെങ്കിലും അതിനകത്ത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ദിയാസന ശരിക്കും കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല വാക്കുകളാണ് പറഞ്ഞേക്കുന്നത്. രസപുകുരിക്കാണ് കൊടുത്തേക്കുന്നത് മൊത്തം കാര്യം. അതിൽ കുറച്ച് സൈഡൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പുള്ളി പുറത്ത് വരാനുള്ള രീതിക്കുള്ള പരിപാടിയൊക്കെയാണ് പുള്ളിക്കാരി കാണിച്ചു വെക്കുന്നത്. കാര്യം പുള്ളി പുറകിൽ നിന്നും ഈ സജിനെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ള രീതിക്കാണ് ഇവരിട്ടേക്കുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സജിനയുടെ ബാക്കി കാര്യങ്ങൾ കൂടെ പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് പുള്ളിക്കാരി ഈ പറയുന്ന ഈ ഒരു പതുങ്ങി ഇരിക്കുവാണ് എന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. അവർ പുറത്തിറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് റോഷി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ വെറുതെ വിട്ടണം. പോട്ടെ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷിനി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരാണ് എന്നെക്കുറിച്ച് അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ 3 പേരെ എന്നെക്കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ മച്ചിട്ട് വേറെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്നത് അത് പിടിച്ചെന്ന് അറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രായപൂർത്തിയാവാത്ത കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം വന്നത് അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം ഇവന്മാർ ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കാണ് ഞാൻ പറഞ്ഞു. ഇവന്മാരുള്ള ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേനാണെന്ന് പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കുക. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവനോട് പോയി ഇവരോട് പോയി ഇങ്ങനെ പോയി അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ പീഡനം. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ പറയാം. അതിൻ്റെ വോയിസ് ഇതിനകത്തുണ്ട്. ഇന്നലെ ഇട്ട ഒരു വീഡിയോക്കകത്ത്, ഇന്ന് രാവിലെ ഇട്ട വീഡിയോക്കകത്താണ് തോന്നുന്നത് ഉള്ളത്. ഇവർ ഇതിന് തൊട്ട് മുന്നേ ഇട്ടൊരു വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇവരതിനകത്ത് ഈ ഫിറോസിനെ പറ്റിയുള്ള പ്രശ്നമാണ് ഇവർ പറയുന്നത്. പ്രായം തികത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കാതെ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആ കേസ് ഒതുക്കി തീർക്കാനല്ലേ നിങ്ങൾ നോക്കിയത്? നിങ്ങൾ ഫിറോസ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞു തന്നെ അത് ഞാൻ ഒതുക്കി തീർക്കാം, ഇപ്പോൾ ഇലക്ഷനാണ് നടക്കുന്നത്, അതിൻ്റെ മറവിൽ അത് മറഞ്ഞു പൊക്കോളും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് ഞാൻ അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം. നിങ്ങളത് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാലും നിങ്ങളത് ഇല്ല, അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു വിടാന്നല്ലേ നിങ്ങൾ നോക്കിയത്. പിന്നെ നിങ്ങൾ ഈ ഓഡിയൻസിനോട് എന്താണ് എനിക്ക് ചോദിക്കുന്നത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതിൻ്റെ തെളിവും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓഡിയൻസിലേക്ക് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഓഡിയൻസ് കേട്ടിട്ടുള്ളൂ. അതിനെതിരെ അവർ ഫിറോസ് ഒരു കാര്യം കൊണ്ടിടുന്നത്, ഫിറോസ് നല്ലവനാണെന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല, ഫിറോസ് ഒരു കാര്യം കൊണ്ടിടുന്നത് തെളിവ് സഹിതമാണ് ഫിറോസ് കൊണ്ടിടുന്നത്.
അതിപ്പോൾ നിങ്ങളുടെ കാര്യമാണെങ്കിലും വോയിസ് സഹിതമാണ് അയാൾ കൊണ്ടിട്ടേക്കുന്നത്. ആ സൗണ്ട് കേട്ടാൽ നിങ്ങളുടെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെയാണ് കൊണ്ടിട്ടേക്കുന്നത്. പക്ഷേ നിങ്ങൾ കൊണ്ടുവരുന്നതിന് നിങ്ങൾ കഴിച്ച ഫിറോസിനെ വിളിച്ച കാര്യങ്ങൾ ഫിറോസ് പറയുന്നു അത് കേസാകും, ഞാൻ അകത്ത് പോകും, നീ അങ്ങനെ ചെയ്യരുത്, നീ കാണിക്കുന്നത് ശരിയല്ല, നീ അത് വിട്ടുകള, അതൊരു വിഷയമല്ല, അങ്ങനെയൊക്കെ ഇടാതെ എന്നും പറഞ്ഞിട്ടാണ് ഫിറോസ് പറയുന്നതായിട്ട് കേൾപ്പിച്ചേക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞ് ഫിറോസ് നിങ്ങളുടെ കാല് പിടിക്കുന്നതാണ്. അവിടെയും അദ്ദേഹം പറയുന്നില്ല എനിക്ക് പറ്റിയപ്പോൾ ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണെന്നോ ഒന്നും അങ്ങേര് പറയുന്നില്ല. അങ്ങേര് പിന്നെ വന്നിച്ച് പറയുന്നുണ്ട് ഞാനത് പറഞ്ഞതാണ്, അത് മാറ്റ്, എനിക്ക് വിഷയമാകും, എനിക്ക് നാണക്കേട് വരും, ഇത് അറസ്റ്റ് വരും എന്ന് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ടും കിടന്ന് ഈ ബഹളം വെച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ നാട്ടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം എപ്പോഴേ തീർന്നു പോയായിരുന്നേ. അതേപോലെ തന്നെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം, ഇവന്മാർ ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കാണ് ഞാൻ പറഞ്ഞു. ഇവന്മാരുള്ള പോലെ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ രണ്ട് കാര്യം ഇവിടെ നടന്നോട്ടേ ആണെന്ന് പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും ഇത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആ സമയത്ത് ഇതിന് പ്രതികരിച്ചായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവർ ഈ സാധനം നിങ്ങളോട് വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിനെതിരെ ഒരു നിയമ നടപടിക്കൊന്നിനും പോയിട്ടുമില്ല. നിങ്ങൾ അതിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. ഇല്ല, നിങ്ങൾ അതിന് പറയുന്നുണ്ട് എനിക്ക് നോ പറയാൻ പറ്റിയില്ല, മറ്റത് പറയാൻ പറ്റിയില്ല, മറിച്ചത് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഇപ്പോഴെന്നതിന് ഇതൊന്ന് പറയുന്നത്. നിങ്ങളല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നോ പറഞ്ഞില്ല, പിന്നെ ഇവർ വിളിച്ചപ്പോൾ നിങ്ങൾ നോ പറഞ്ഞെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളിത് പുറത്ത് കൊണ്ടുവന്നില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങളുടെ ആദ്യത്തെ വീഡിയോസിലെല്ലാം ഈ ഫിറോസിനെ പറ്റിയാണ് നിങ്ങൾ കൂടുതലും പറഞ്ഞിരുന്നത്. ഫിറോസ് ചെയ്ത ദ്രോഹങ്ങളെ പറ്റിയാണ് നിങ്ങൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് മൊത്തം. അല്ലാതെ നിങ്ങൾ ഈ ദിയാസനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരെ പറ്റിയോ മറ്റവരെയോ മറിച്ചവരെയോ ഇവരെ ഒന്നും പറ്റി നിങ്ങൾ ഒരു വേണ്ടതിനും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഫിറോസിനെ പറ്റി മാത്രമായിരുന്നു ആദ്യം പറഞ്ഞത്. അതിൽ നിന്നാണ് നിങ്ങളിട്ട് ഒറ്റ പോസ്റ്റിൻ്റെ പേര് വന്ന പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുള്ളവർ ഈ കമൻറ്റ് ഇടുന്നവർ ഇപ്പം നിങ്ങൾ ഈ പറയേണ്ട കാര്യം എന്നത് പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത്. ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ ഉറക്കില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവന്മാർ എന്നെ കുറിച്ച് എന്ത് ടെരിച്ച് നടന്നു മറ്റേ മറിച്ച് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നം. അത് പിന്നെ നല്ല കാര്യമാണല്ലോ. അവൻ്റെ കൂടെ പോയി ഇവൻ്റെ കൂടെ പോയതൊക്കെ നിങ്ങൾ തന്നെയല്ലേ സോഷ്യൽ മീഡിയ വെച്ച് നിങ്ങളുടെ വായി തന്നെയല്ലേ ഇതൊക്കെ പുറത്ത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വോയിസ് തന്നെ നിങ്ങൾ നാട്ടുകാർക്ക് അയച്ചു കൊടുത്ത് അവരെടുത്തത് നിങ്ങളുടെ മുൻ ഭർത്താവിന് കൊടുത്തു, അങ്ങേരെടുത്ത് അത് വെളിയിലോട്ടിട്ടു. ഇത് നിങ്ങൾ കേട്ടതൊന്നും സോഷ്യൽ മീഡിയയിലുള്ള ഈ കമൻറ്റ് ഇടുന്നവർ സ്വന്തമായിട്ട് നിങ്ങളുടെ സൗണ്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും ഇട്ട് കൊടുത്തതെന്ന് തോന്നില്ല. നിങ്ങൾ എന്നതൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ശാലം പോലും നാണമില്ല ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കാനായിട്ട്. നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ട് നിങ്ങൾ പ്രതികരിച്ചില്ല. നിങ്ങളെപ്പറ്റി വന്നേക്കുന്ന കഥകൾ നിങ്ങളത് തെളിവ് സഹിതം നിങ്ങൾ ആ മറുനാടന് കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂ നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് കാണാം. അത് കണ്ടു കഴിയുമ്പോൾ ഒന്നും കൂടെ ഉറപ്പാകും നിങ്ങളെപ്പറ്റി വന്നിരിക്കുന്ന വോയിസ് എല്ലാം കറക്റ്റാണെന്ന് ഒന്നും കൂടെ ഉറപ്പാകും. നിങ്ങളുടെ വായും തന്നെ പോയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. നിങ്ങൾ ആ ഇൻ്റർവ്യൂ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇതുപോലെ കിടന്ന് ഈ ബഹളം വെക്കാതെ നിങ്ങൾ സ്വസ്ഥമായിട്ട് ആ ഇൻ്റർവ്യൂ നോക്കുക. ആ ഇൻ്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തേക്കുന്നത് അതോ വേറെ വല്ലവർക്കൊക്കെ അനുകൂലമായിട്ടാണോ ഇൻ്റർവ്യൂ ചെയ്തേക്കുന്നത് എന്നുള്ളത്. അത് ഇൻ്റർവ്യൂ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്നതാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാകും. നിങ്ങളുടെ വായും തന്നെ പല കാര്യങ്ങളും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന പുള്ളി തന്നെ തോണ്ടിയെടുത്ത് വെളിയിട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പം അതൊക്കെ വലിയ വിഷയമല്ല, ഒരുത്തനൊരുത്തൂടെ പോയതാണോ അഭിഹിതം പോയതാണോ ഇതൊക്കെയാണെന്ന് നിങ്ങൾ എന്നാ വേണേലും നിങ്ങൾക്കാകാം. നിങ്ങൾക്ക് എത്ര വേണേലും കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് എത്ര വേണേലും പ്രസവിക്കാം, നിങ്ങൾക്ക് എന്നാ വേണേലും ചെയ്യാം. പക്ഷേ സോഷ്യൽ മീഡിയ വന്ന് നിങ്ങളിതൊക്കെ വലിയ നല്ലവളാന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ തിരിച്ച് പ്രതികരിക്കും. അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവന്മാർ എന്നെ കുറിച്ച് എന്ത് ടെരിച്ച് നടന്നു മറ്റേ മറിച്ച് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. അത് എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോയിൽ കൊളാപ്സും കാര്യങ്ങളൊക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ നിന്നില്ല. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കളെ നോക്കണം. അത് ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. അത് എനിക്ക് ജീവിക്കണം. ഇപ്പം നല്ല റീച്ച് ആയില്ലേ? എനിക്ക് തോന്നി ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ തോന്നുന്നു. റീച്ച് കിട്ടാൻ വേണ്ടി സ്വന്തമായിട്ട് തന്നെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് നിർത്താമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും. അല്ലെങ്കിൽ ഇനി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർ. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഇവിടെ നിർത്തി ഇത് പോകാമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഇതിനെപ്പറ്റി ചർച്ചകളുണ്ടാകും. അത് കഴിയുമ്പോൾ ആരും മിണ്ടാതാകും. ആ വഴിക്കങ്ങ് പോകും. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരു കാര്യം വന്നാൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അത് വീണ്ടും ചർച്ചയായി പോകുന്നത്. അത് നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ നിന്ന് ഒരു 2-3 അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടുപോകും. അതിനപ്പുറം അത് പോകത്തില്ല. അവിടെ സ്റ്റോപ്പാകും. പിന്നെ കാര്യം ആൾക്കാർക്ക് പറയാനായിട്ടൊന്നുമില്ല. അവിടെ വരും പിന്നെ ആൾക്കാർ ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കും. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കത്തില്ല. ഇതങ്ങനെയല്ല, വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ നിന്നില്ല. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കളെ നോക്കണം. അത് ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇട്ട് അപ്പം സരിത പോടാ നീയൊക്കെ ഇനിയും കമൻറ്റ് വാടാ. ഇനി ഞാൻ കണ്ടാലും ഇത്രയും ദിവസം എൻ്റെ കമൻറ്റുകൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ കാരണം സൈബർ അറ്റാക്ക് ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറയില്ല എഴുതി കുഞ്ഞ് നടക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ കമൻറ്റൊക്കെ വരുന്ന വിഷയം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യരുത്. നിങ്ങൾ അതിനെപ്പറ്റി വലിയ സംസാരിക്കാൻ നിൽക്കരുത്. നിങ്ങളിത് റിയാക്ട് ചെയ്യും. പിന്നെ എനിക്കൊന്നും വിഷയമല്ല. നിങ്ങളൊക്കെ പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ എന്നുള്ള ഫോട്ടോ ഒക്കെ ഞാനും കണ്ടായിരുന്നു. സരിത വെച്ച് പറയുന്നത് കണ്ടായിരുന്നു. സരിത ഒരടി അകലെ മാറി നിൽക്കി ഇതിൻ്റെയൊക്കെ ചേർന്ന് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നായിരുന്നു. അത് സ്വാഭാവികം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വോയിസ് കാര്യം ഈ റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ആളുമായിട്ട് ഉള്ള റിലേഷനെ പറ്റിയുള്ള ആ ഒരു വോയിസ് വരുന്നതും നിങ്ങൾ അതിനകത്ത് പൈസ ചോദിക്കുന്നതും അങ്ങനെ പല കാര്യങ്ങളും പുറത്ത് വരുന്ന സമയത്താണ് ഈ ഫോട്ടോസ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഓഡിയൻസിൽ നിന്ന് അങ്ങനെ പറഞ്ഞു. കാര്യം പണ്ടൊരിക്കൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്താണ് സരിത. ആ ഒരു വിഷയം വെച്ചാണ് ആൾക്കാർ പറഞ്ഞത്.
അത്രയും വോയിസ് വന്നപ്പം നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ പോയി എന്തിനാണെന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നിങ്ങൾ എന്നത്തിനാണ് അവിടെ പോയെന്നും നിങ്ങൾ എന്നാ പരാതി കൊടുക്കാൻ പോയി. പക്ഷേ ഫിറോസും വിചാരിച്ച് ഫിറോസിനെതിരെ പരാതി കൊടുക്കാൻ പോയതാണ് ഫിറോസും വിചാരിച്ചത്. പക്ഷേ അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഫിറോസ് എടുത്ത് അതിന് മുമ്പായിട്ട് നിങ്ങളെ അടിച്ച് തകർത്തത്. അങ്ങനെ സംഭവിച്ചാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം പുറത്ത് വന്നത്. നിങ്ങൾ പോയി നിങ്ങളെ ഫോട്ടോ എടുത്തിട്ടപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചു ആർക്കിട്ടൊക്കെയോ പണി കൊടുക്കാൻ നിങ്ങളവിടെ പോയി. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളുണ്ടായിരുന്നു. മൊത്തം സരിത ഇവരെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകളായിരുന്നു വന്നിരിക്കുന്നത്. ഓഡിയൻസിന് കുറ്റം പറയാൻ പറ്റുമോ? അവർ കേട്ട വോയിസിൻ്റെ ബാക്കിയാണ് അവരിരുന്ന കമൻറ്റുകൾ. ഞാനും അതേ സിറ്റുവേഷൻ തീർന്നു ആ വേദന എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പം സ്ട്രോങ് ആയിട്ട് ഞാനങ്ങ് എഴുന്നേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ലടാ. എന്തായാലും കുറച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി പടാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമൊക്കെ സത്യം പറഞ്ഞാൽ ഫോളോസ് ഒക്കെ കൂടി വരുന്നത്. ഇനിയും നിങ്ങൾ എന്നെ കൂട്ടി തരണം കേട്ടോ. എന്നെ കുറച്ച് മുമ്പേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആണും പെണ്ണും കെട്ടവന്ന്. ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് അവരല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ വകച്ചു വിട്ട് ഇനി അതും വേണമെങ്കിൽ പറഞ്ഞ കമന്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമാക്കി പറയുന്നത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെ കൂടെ കൊടുത്തു. കാരണം 16 വയസ്സ് വരെ ഒരു കുട്ടിയെ പീഡിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ അവൻ്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുന്നുള്ള പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കത് പേടിയുണ്ട്. ലീഗലി തന്നെ ഉള്ള മൂവിയാണ്. എനിക്കത് പേടിയുണ്ട് അയാൾ. അതുപോലെ തന്നെ മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ നിയമം സാറാണ് എടുത്തിരിക്കുന്നത്. സാറിന്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, പബ്ലിക്കിൽ വന്ന് ഇത്രയും ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരു MDMനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കുറിച്ചും ഞാൻ തെളിവ് സഹിതം ഒരാളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. തീർച്ചയായിട്ടും എന്നെയും ദിയാസനെയും ഫിറോസ് ഖാനെയും ഈ പറഞ്ഞ റോഷ്നി ഞങ്ങൾ 4 പേരെയും സാർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. സാറിന്റെ കണ്ണുമുന്നിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നത്, ഇതിനെല്ലാത്തിനും തൂത്തുവാരി അകത്ത് ഇടാവോ? ഈ പുറം ഒന്ന് വൃത്തിയാകും, ഈ സോഷ്യൽ മീഡിയ ഒന്ന് വൃത്തിയാകും. ഇതിനെല്ലാത്തിനും പൊക്കിയെടുത്തുകൊണ്ട് പോകണം. എല്ലാത്തിനും പൊക്കിയെടുത്ത് അവിടെ കിടക്കട്ടെ എന്ന് വെക്കണം. അവിടെ കിടത്താം ഒറ്റൊരു സെല്ലിനകത്ത് ഇടാവും, ഒന്നിച്ച് എല്ലാത്തിനും ഒന്ന് സെല്ലിൽ തമ്മിൽ തല്ലി തീരട്ടെ എന്ന് വെക്കണം. അതാണ് വേണ്ടത്. ഇതൊക്കെ അവിടെ കിടന്ന് അടിച്ചോ ചീത്ത വിളിച്ചോ എന്നാ തോന്നിവാസങ്ങൾ വേണേലും പറഞ്ഞ് അവിടെ കിടന്ന് തീരട്ടെ. സത്യമാണ് പറഞ്ഞത്. സജനയുടെ ഈ ഒരു അപേക്ഷ സാർ കേൾക്കാതിരിക്കരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുക, അതിനൊരു സൈഡിൽ നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ഈ വക തോന്നിവാസങ്ങൾ മൊത്തം ഇവർ പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വക ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനെ എതിർക്കില്ല. തൊപ്പിയുടെ അതിൻ്റെ കേസ് വന്നിരിക്കുന്നത് തന്നെയാണ്. ആ ഉപയോഗിച്ച സമയത്തൊന്നും അവർ എതിർത്തില്ല. അവർ തമ്മിൽ ചെറിയ വിഷയങ്ങളുണ്ടായപ്പോൾ അവർ നീ അത് കഴിച്ചിട്ടില്ലേ, നീ ഇത് വലിച്ചിട്ടില്ലേ, നീ ഇത് കുടിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ നീ അവൻ്റെ കൂടെ പോയിട്ടില്ലേ, അല്ലെങ്കിൽ ഇവരുടെ കൂടെ പോയിട്ടില്ലേ, ഈ കഥകൾ ഉടനെ പുറത്ത് വന്നത്. അതുവരെ ഇവരെല്ലാം നല്ല മനുഷ്യരായിരുന്നു. ഈ ദിയാസന നല്ല മനുഷ്യരായിരുന്നു. പിന്നെ ആരാ, റോഷ്നിയോ, അവർ നല്ല മനുഷ്യരായിരുന്നു. ഇവരെല്ലാം നല്ല മനുഷ്യരായിരുന്ന സമയത്തൊക്കെ ഇത്രയും വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതെല്ലാം പുറത്തോട്ട് വരുന്നത്. കാര്യങ്ങൾ അല്ലെങ്കിൽ സാറിന് കംപ്ലൈന്റ് ചെയ്യുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. എന്റെ പേരിലും കൂടെ ആണ് ഇങ്ങനത്തെ സാധനം നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആൾക്കാരുടെ മുന്നിലായാലും ബാക്കിയുള്ള മുന്നിലായാലും ഞാൻ എന്റെ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്താണെന്ന് തെളിയിക്കാനുള്ള ഒരു കടമ എനിക്കുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ചും ഇങ്ങനെയുള്ള അലിഗേഷൻ പറയുന്നത് ഞാൻ ഈ സാധനങ്ങൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 4 പേരും ഞങ്ങൾ 4 പേരെയും അറസ്റ്റ് ചെയ്യുകയോ ഇതിന്റെ നിയമവശം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ് സാർ. പ്ലീസ് നാടിന് വേണ്ടി സാർ ഇത്രയും ചെയ്യുന്ന സാറിന് കണ്ണുമണി കാട്ടുന്ന ഈ കാര്യങ്ങളോട് സാർ ചെയ്യണമെന്ന് സാറിനോട് അപേക്ഷിക്കുന്നു സാർ. അതുപോലെ ഈ ഒരു വോയിസിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു വോയിസ് കൊടുക്കുന്നത് തന്നെ ഇവർ പറയുന്നുണ്ട്, ഞാൻ 3 കോടി മേടിച്ചെന്ന് പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 2 കോടി അതിന് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ വെല്ലുവിളിക്കുന്നുണ്ട്. ഇവർ ഓഡിയൻസിനെയാണ് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ 3 കോടി മേടിച്ചെന്നല്ല പറഞ്ഞത്, നിങ്ങൾ 3 കോടി വേണമെന്ന് അദ്ദേഹത്തോട് പറയൂ എന്നുള്ള നിങ്ങളുടെ വോയിസ് തന്നെയാണ്. ആ വോയിസ് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചു തരുന്നു, എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. കള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാണ്. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്. ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ. അല്ലല്ല, അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. കേട്ടല്ലോ, ഇത് നിങ്ങളുടെ വോയിസ് അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത വോയിസ് തന്നെയാണ്. അവരാണ് എടുത്തത് പുറത്തോട്ട് വിട്ടത്. അപ്പോൾ നിങ്ങൾ ഈ 3 CRന്റെ കാര്യം നിങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ പ്രേക്ഷകരോ അല്ലെങ്കിൽ നിങ്ങളെ കമൻറ്റ് ഇടുന്നവരോ ഒന്നും അല്ല പറഞ്ഞത്. ഈ റിയാക്ഷൻ ചെയ്യുന്നവരോ ഒന്നും അല്ല പറഞ്ഞത്. നിങ്ങളെ കമൻറ്റ് ഇടുന്നവരൊന്നും അല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ചെയ്യുന്നവരൊന്നും അല്ല പറഞ്ഞത്. നിങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ഇവരാരും ചോദിക്കാൻ പറഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ ഈ വോയിസ് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ മേടിച്ചെന്നുള്ള തെളിവുണ്ടെങ്കിൽ കൊണ്ട്. നിങ്ങൾ തെളിവെന്നല്ല പറഞ്ഞു, നിങ്ങൾ മേടിച്ചെന്നല്ല പറഞ്ഞു, നിങ്ങൾ ചോദിച്ചെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് നിങ്ങൾ 3 കോടിയാണ് അദ്ദേഹത്തിനോട് ചോദിച്ചേക്കുന്നത്, നിങ്ങൾക്ക് പൈസയാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ആദ്യം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ
ഇവരുടെ മനസ്സിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം കൊണ്ടിട്ട് വേറെ ആരോ ആണ്, ഫിറോസ് ആണ് എന്നൊക്കെയുള്ള രീതിക്കാണ് ഇവർ സംസാരിക്കുന്നത്. ഫിറോസ് അല്ല കൊണ്ടിട്ടത്. ഇവർ ചെറിയൊരു വോയിസ് നമുക്ക് കുറച്ച് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടാണ്. ഇവർ തന്നെ പറയുന്നുണ്ട് ഞാനാണ് അതിട്ട്. അതേ പിടിച്ച് തുടങ്ങിയതാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾ മൊത്തം. പുള്ളിയല്ല, അതൊന്നും ഞാൻ ഇല്ലാത്ത കാര്യത്തിൽ നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് എൻ്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തത് അത് ആദ്യത്തെ ഒരു ഫോട്ടോസ് അല്ല, ഫേസ്ബുക്കിൽ അത് ഒരു ചെറിയ ലൈവ് പോലത്തെ ഒരു സാധനം വന്ന് ഞാനത് ആ ഫോട്ടോസ് ഒന്നിങ്ങനെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണ്. ആ സമയത്താണ് ഇത് ചെറുതായിട്ടൊരു സൂചന തന്നപ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന് ഫിറോസ് ഖാൻ അതെടുത്തിട്ട് ഫിറോസ് കുറേ ആൾക്കാർ ചെറിയൊരു സൂചന കൊടുത്തപ്പോൾ ഫിറോസ് ഖാൻ അതെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികം, നിങ്ങൾ ചെയ്യത്തില്ലേ? ഫിറോസ് ഖാൻ ഇപ്പം ഇങ്ങനെ വേറൊരു പെണ്ണിനെ പറ്റി വന്നേച്ച് ഒരു വീഡിയോ ചെയ്യുവാണ്, ഇനി നിങ്ങൾ കാണിച്ച പോലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങളെടുത്തത് റിയാക്ട് ചെയ്യല്ലേ? ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യും. നിങ്ങൾ ആ നിമിഷം പറയും ഇവർ തമ്മിൽ തുറക്കുന്നുണ്ട് ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിരിയാൻ കാരണം എന്ന് നിങ്ങളും പറയും. അത് തന്നെയാണ് ഫിറോസ് ഖാനും ചെയ്തത്. ഫിറോസ് ഖാൻ ആണെങ്കിൽ ഇങ്ങനെ എപ്പോഴാണ് ഒരു തിരി കൊളുത്തണമെന്ന് ഓർത്ത് പുള്ളി നോക്കിയിരുന്നപ്പോഴാണ് നിങ്ങൾ തന്നെ എന്നോട് ഇട്ട് അത് ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഇവർക്ക് ടാർഗറ്റുള്ള പണിയല്ലായിരുന്നു, റസൂൽപുക്കൂറ്റിയോടുള്ള പണിയായിരുന്നു. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ കാണിച്ചൊരു പോസ്റ്റായിരുന്നത്. പക്ഷേ അത് നിങ്ങൾ എടുത്ത ഉടനെ തന്നെ അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് ആയിപ്പോയി. മറ്റുള്ളവരുടെ കൈ നിങ്ങളത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ അത് മറ്റുള്ളവരുടെ കയ്യിലെടുത്തു. അവരത് റിയാക്ട് ചെയ്തു, എല്ലാവരും അറിഞ്ഞു. അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ കൊണ്ട് വന്നു. അങ്ങേർക്ക് ഒരു കുട്ടിയെ ഉപദ്രവിച്ചെന്നും അതിനെ പീഡിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം കൊണ്ട് വന്നു. അതിന് കഴിയുമ്പോഴത്തേക്ക് ഫിറോസ് എടുത്ത അടുത്ത സംഭവങ്ങൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആ ഒരു വോയിസ് എടുത്ത് എല്ലാം പുറത്ത് വന്നപ്പോഴത്തേക്ക് നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുത്തു. നിങ്ങൾ പിന്നെ വീഡിയോ ചെയ്യുന്നു, ഇൻ്റർവ്യൂ മൊത്തത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തേച്ച് നിങ്ങളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കിയിരിക്കുന്നത്. അല്ലാതെ കമൻറ്റ് ഇടുന്നവരോ റിയാക്ഷൻ ചെയ്യുന്നവരോ ഒന്നുമല്ല. എന്നതിലൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ നാലോചിച്ചതിന് ശേഷം പറയാം. ഇന്നലെ നമ്മളൊരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ സജിന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ഗൾഫിന് കൊണ്ടുപോയ ഒരാളെ പറ്റി. അവരുടെ ഫോട്ടോയാണ് അവരിപ്പോൾ വോയിസ് കാണിച്ചപ്പോൾ ഞാനത് അവരുടെ ഫോട്ടോ അവർ കാണിച്ചിട്ടുണ്ട്. ഇന്ന ആളാണ് എന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു വോയിസാണ് അവർ കൊണ്ടുപോയ കാര്യം, അവിടെ ചെന്ന് കഴിഞ്ഞ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ഇവരെ പറ്റി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ തല പെരുത്തു പോകും. അതുപോലത്തുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇവരെ പറ്റി ഇവർ കാണിച്ചു കൂട്ടിയതും ഇവരുടെ സ്വഭാവ രീതികളും ഇവർ ഈ റസൂൽപുക്കൂറ്റിയുടെ സ്വഭാവവും അദ്ദേഹം ആരാന്നുള്ളതും എല്ലാം ഇവർ ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞേക്കുവാണ്. അതിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അത് അതിന്റെ വീഡിയോ ഉണ്ട്. അത് അവൾ കയറി പോകുന്ന ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോകുന്ന വരെ ഞാൻ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ റസൂൽപുക്കൂറ്റിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽപുക്കൂറ്റി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽപുക്കൂറ്റിനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ മൂവിയുടെ ഇതിന്റെ പാട്ടിന്റെ സീൻ അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്. ഈ റസൂൽപുക്കൂറ്റി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സ് ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് അയാൾ അയച്ചത്. അയച്ചപ്പോൾ അപ്പോൾ ഞാനും ലക്ഷ്മി ജയനും കൂടി ഇവിടെ റസൂൽപുക്കൂറ്റി മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവൾ നാട്ടിൽ കഴിക്കേണ്ടത് നിങ്ങൾക്ക് മെസ്സേജ് ഞങ്ങൾ മുഴുവൻ ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിംഗ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിംഗാണ് സജനമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് റസൂൽപുക്കൂറ്റി അവിടെ ചെല്ലുന്നതും വീട്ടിൽ തമ്മിൽ കാണുന്നതും. ഇതിൽ ഈ ലക്ഷ്മി ജയൻ എന്ന് പറയുന്ന അതിനകത്ത് ബിഗ് ബോസ് വന്നാണ് അവർ ഒരേ സമയം സ്ത്രീകളുടെ സൗണ്ടിലും പുരുഷന്മാരുടെ സൗണ്ടിലും പാട്ട് പാടുന്നത്. ഈ ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് കണ്ടായിരുന്നു ഈ ബിഗ് ബോസ് താരങ്ങളുടെ ഒരു ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു, അവർ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതാണ് ഈ ലക്ഷ്മി ജയൻ എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ ഇതിൽ ഇവർ പറയുന്ന ഈ ഫിറോസിനല്ല റസൂലിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് മെസ്സേജ് അയച്ച കാര്യം ഇവരുടെ പെരുമാറിയ രീതിയൊക്കെ പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് സജിന പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ അവർ കണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതും അതൊക്കെ ആയിട്ട് നല്ല ഒരു ജോയിൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആര് പറയുന്നതാണ് കൂടുതൽ വിശ്വസിക്കേണ്ടത്? ആര് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവർ കള്ളം പറയുവാണെങ്കിൽ ഇവർ അതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവർ ഈ ഒരു കാര്യം പറയുന്നു. നിങ്ങൾ ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ വോയിസ് കൂട്ടുകാർക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്ത് നോക്കി, ഞാൻ ഒരിക്കലും നോക്കില്ലായിരുന്നു, പക്ഷേ നോക്കിയതിന് ശേഷം ആ ഫോണിനകത്ത് ഇന്ന പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു, ഞെട്ടിപ്പോയി, എന്നോട് എല്ലാവരും എന്നത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ മേല എന്നൊക്കെ നിങ്ങൾ കുറേ ഡയലോഗ് പറയുന്നുണ്ട് അല്ലേ. സജനെ തലക്ക് പിടിച്ച് നമ്മൾ കുലിക്കല്ലേ. സജനയുടെ മൂക്കിന് ഒരു 300 കിലോ കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് അങ്ങനത്തെ അഡിക്ഷനാണ്. ഇവിടെ ഏതെങ്കിലും പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനോട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയ സജന സ്റ്റേജിൽ സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൻ സ്റ്റേജിൽ ഇറങ്ങി പോകുന്നില്ല. കവർ ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ പിള്ളേർ കവർ ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജന സ്റ്റേജിൽ കയറ്റിയത്. അപ്പോൾ അവൾ ചെയ്ത കാര്യമാണത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് എന്താണ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത് എടുക്കും. പ്രാവശ്യം ഇതുപോലെ സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനുണ്ട് ഞാൻ ചെയ്ത ആരുടെ നെൽപോളിച്ചാണ് അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെൽപോളിച്ചാണ് ഞാൻ. ഇതിൽ സജിന പറഞ്ഞ കാര്യമുണ്ട്. ഈ ഫിറോസുമായിട്ട് ബന്ധം പിരിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹവുമായിട്ട് ഇവർക്ക് പരിചയമുണ്ടെന്ന് ഇവരുമായിട്ട് കൂട്ടാകുന്നതും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവർ പറയുന്നത് കേട്ടോ, ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഫിറോസ് പറയുന്ന കാര്യങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങളും സെറ്റാകുന്നുണ്ട്. സജിന പറയുന്നത് അങ്ങനെയല്ല, അതിന് മുന്നെയാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കേൾക്കുന്നത് കേട്ടല്ലോ. ഇങ്ങനെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് പലരുമായിട്ട് വേറെ ബന്ധങ്ങളുണ്ട് ഇവർക്ക്. ആരെ കണ്ടാലും അവരായിട്ട് കമ്പനി കൂടണം. അവിടെ വന്ന് ഏതോ ഒരു ചെറുക്കനായിട്ട് കമ്പനിയായി, എന്നിട്ട് ആ ചെറുക്കൻ വേറെ ആരോടും വിടാൻ പാടില്ല. പക്ഷേ ആ ചെറുക്കന് ഇഷ്ടം വേറൊരു പെണ്ണിനെ, എന്നിട്ട് അതിൻ്റെ പേര് കിടന്ന് അവിടെ വിഷയം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് സജിനെ പറ്റി ഇങ്ങനെ ഒട്ടും ഒരു കാര്യവും നല്ല കാര്യങ്ങളല്ല ഇവർ പറയുന്നത്. കാര്യം ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കുറേ പേരെടുത്ത് റിയാക്ട് ചെയ്താണ്. മിക്കവരും ചാനൽ വോയിസ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനി വലിച്ചെടുക്കൊണ്ട് പോകേണ്ടത് വിചാരിച്ചത്. ഇവർ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് എടുത്തിട്ടത്. കാര്യം ഇവർ പറയുന്നതുമായിട്ട് സജിന പറയുന്ന കാര്യങ്ങളുമായിട്ട് കുറച്ചൊക്കെ ജോയിൻ്റ് ആകുന്ന കുറേ കാര്യങ്ങളാണ് അവരും പറയുന്നത്. ഈ റസൂൽപുക്കൂറ്റിയെ പറ്റി പറയുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വന്ന് നിങ്ങൾ
നിങ്ങൾ കാണിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ എന്നിട്ട് പറയുന്നത് ഞാൻ എന്നാ ചെയ്തു, ഞാൻ വല്ലതും ചെയ്തോ, ഞാൻ നല്ലവളല്ലേ, ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്നവളല്ലേ, അങ്ങേരാണ് തോന്നിയാസം കാണിക്കുന്നത്, ഇല്ലെങ്കിൽ ഇന്നമുള്ള സ്ത്രീകളാണ് തോന്നിയാസം കാണിക്കുന്നത് എന്ന് പറയുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യത വേണോ ഉള്ളത് പറയാമെന്നുള്ളത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാത്ത വ്യക്തി ആയിക്കോട്ടെ, ഇവർ പറയുന്നത് മൊത്തം നുണയായിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്കത് ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാതെ നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാം, അത് എന്നേലും പിടിക്കപ്പെട്ട നിങ്ങളും കൂടെ പിടിക്കപ്പെടുമെന്ന് അറിയാം. നിങ്ങളുടെ വീട്ടിൽ വെച്ച് കണ്ട് സംഭവം നടന്നാൽ ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് അറിയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അത് എതിർത്തില്ല? നിങ്ങളത് എതിർത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ഇവിടെ പറ്റിയാലെന്നല്ല, നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും നിങ്ങൾ പറഞ്ഞല്ലോ ഇവർ കൊച്ചു കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നു, ഇതിൻ്റെ കച്ചവടം അവർക്കുണ്ടെന്ന് നിങ്ങളോട് അവർ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അത്രയും ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോയില്ല? അപ്പോൾ അന്ന് നിങ്ങളെല്ലാം സെറ്റായിരുന്നു. അന്ന് നാട് മുടിക്കുന്നതിനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നശിക്കുന്നതിനോ ഒന്നും നിങ്ങൾക്ക് സങ്കടം തോന്നിയില്ലേ? അന്ന് നിങ്ങൾക്ക് ഒരു സങ്കടം തോന്നിയില്ലേ? ഈ കുഞ്ഞുങ്ങളെ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, സമൂഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഓഡിയൻസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറ ഇതൊക്കെ നല്ല കാര്യമാണോ, അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാണോ, അതോ ഇതൊക്കെയാണോ നിങ്ങളുടെ കൈ നല്ല കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും പുറത്ത് ഒരു മനുഷ്യർക്കും അറിയാൻ പറ്റാത്ത കാര്യമായിരുന്നു നിങ്ങൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങൾ. നിങ്ങൾ അതിന് വേണ്ടി ഒരു ചെറു വിരലെങ്കിലും അനയ്ക്കുമോ? എന്നിട്ട് ഇപ്പോൾ വന്നിച്ച് നിങ്ങൾ ചോദിക്കുന്നു ഇതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നല്ല കാര്യം, ഇതൊക്കെ ഞങ്ങൾ അറിയുന്നത് നിങ്ങളിപ്പോൾ പറയുമ്പോഴല്ലേ അറിയുന്നത്. അതിനുമ്പോൾ ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നതേ ഉള്ളൂ, അവരുടെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടില്ല. അല്ലെങ്കിൽ അവർ വിളിച്ച സമയത്ത് അവരുടെ ആ വോയിസ് നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന വ്യക്തിയാണല്ലോ, നിങ്ങളെല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മറ്റേ നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഈ വോയിസ് എല്ലാം പുറത്ത് വന്നത്. ഈ ഫിറോസിൻ്റെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റേ ആ കുട്ടിയുടെ വോയിസ് നിങ്ങൾ പൂക്കുട്ടിയുടെ വോയിസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ വോയിസ് എന്തുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തില്ല? എന്നിട്ട് നിങ്ങൾ വന്നിച്ച് പറയുന്നു ജനങ്ങൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇതൊന്നും എതിർക്കാതെ ഒരുത്തൻ്റെ കൂടെ പോയവരെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് വരാതെന്ന്. അത് നല്ല കാര്യമാണ്, നല്ല അടിപൊളി കാര്യമാണ്, അതൊരു തെറ്റുമില്ല കേട്ടോ, നല്ല കാര്യമാണ്. ആദ്യത്തേലൊരു കൊച്ച്, രണ്ടാമത്തേലൊരു കൊച്ച്, മൂന്നാമത്തേലൊരു കൊച്ച്, അത് അതിലും അടിപൊളി. അതാ പറഞ്ഞ് ഇച്ചിരി തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല. കാര്യം ഇതിനകത്ത് ആ വോയിസിനകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യം വന്ന് മറ്റേ നമ്മുടെ പൂക്കുറ്റി പറഞ്ഞു, അതുകൊണ്ട് ഒഴിവാക്കി തരണം, ഇതൊന്ന് ഒഴിവായി പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കിടന്ന് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവായി തരുമോ ഈ മാതിരി കഥകളൊക്കെ നിർത്തിച്ച്? നിങ്ങൾക്ക് അങ്ങനെ പരാതി കൊടുക്കാനുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല സാറേ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്നല്ല പറഞ്ഞു, നിങ്ങൾ അവിടെ കൊണ്ടൊരു പരാതി കൊടുക്കുക. നിങ്ങളിത് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കിത് തെളിവായിട്ട് അറിയാം എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കുമെന്ന് പറയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കുക, നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുക. സാറേ ഇന്ന പോലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ തന്നെയല്ലേ തൂഫാൻ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സംഭവമാണ്, അതിനെതിരെ ഭയങ്കര ശക്തമായിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിത് കൊണ്ട് കൊടുക്കുമ്പോൾ അതിനൊന്നും കൂടെ വാല്യൂ ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ പറയുക ഇന്ന പോലെ കാണിച്ചു, ഇന്നടുത്ത് വെച്ചാണ് സംഭവം നടന്നത്, ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ മൊത്തം വിശദീകരിക്കുക. നിങ്ങൾ ഓഡിയൻസിനോടാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നല്ല കാര്യമാണ്, ഇതിനൊന്നെതിരെ നിങ്ങളൊന്നും പറയുന്നില്ല. എന്നാ പറയാനായിട്ടാ? നിങ്ങൾ പറയുന്നതേ ഉള്ളൂ, തെളിവൊന്നുമില്ല. തെളിവായിട്ടൊരു വോയിസ് പോലും നിങ്ങൾ ഇറക്കുന്നില്ല. ആകെപ്പാടെ നിങ്ങൾ തെളിവായിട്ട് കൊണ്ടുവന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഫിറോസിനെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ചു. ഫിറോസ് പറയുന്നു ആ വീഡിയോ ആ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അങ്ങനെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യുക, അത് വിഷയമാകും, കേസാകും എന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ കൊടുക്കുന്ന മറുപടി ഞങ്ങൾ കേട്ടതാണ്. നിങ്ങൾക്ക് ഇത്രയും ശത്രുതയുള്ള ഫിറോസ്, ഇത്രയും തോന്നിവാസിയായ ഫിറോസ്, നിങ്ങൾ ഇത്രയും ആവേശത്തോടു കൂടി പറയുന്നുണ്ടല്ലോ ഫിറോസ് കാണിച്ച തോന്നിവാസത്തെ പറ്റി. 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാണിച്ചെന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഫിറോസിനോട് പറഞ്ഞു തന്നെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്താ, ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനാണ് പോയത്, ആ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഈ കേസ് കുത്തിപ്പൊക്കാൻ പോകല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരോടെ നിങ്ങൾ നീതി കാണിച്ചിട്ടുള്ളത്? ആ പെങ്കൊച്ചിയുടെ നീതി കാണിച്ചിട്ടുണ്ടോ? ആ പെങ്കൊച്ചിനോ അങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത് നിങ്ങൾ വോയിസ് പുറത്ത് വിട്ടിട്ടില്ല. നിങ്ങളത് കേട്ട് നിങ്ങൾക്ക് രാവിലെ വന്ന വോയിസാന്ന് പറഞ്ഞു. നിങ്ങൾക്കത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തില്ല, അതിൽ കേട്ട ഉടനെ തന്നെ ഷെയർ ചെയ്തില്ല, നിങ്ങളത് വന്ന് റിമൂവ് ചെയ്തോന്ന്. ആ പെൺകുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുവാണോ? നിങ്ങൾ പോയിട്ട് വന്നോ, മെസ്സേജ് എടുത്തോ ഇതൊക്കെ പറയും. നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു വോയിസ് ഇട്ടു, ഒരാൾക്ക് ഇട്ടു, അവർ കേട്ടതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ നോക്കിയിരിക്കും ഇവർ വരുന്നുണ്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെക്കും, ഇവർ വന്ന് കേട്ടിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഇരിക്കും. നമ്മൾ വോയിസ് ഇട്ട് അന്നേരം തന്നെ അവരത് എടുക്കുവാണെങ്കിൽ ശരി, ഓക്കെ, അവർ നോക്കിയിരിക്കുവാണ്, ആ ബ്ലൂടിക്ക് വീണു, അവരത് കേട്ട് കഴിയുന്നതിന് ഏകദേശം ടൈം നമുക്കറിയാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അന്നേരം അതിന് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഓക്കെ. എന്നതൊക്കെയാണ് നിങ്ങൾ വന്ന് പറഞ്ഞത്. നിങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പറ്റി ഒന്ന് ചിന്തിക്കുക. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴത്തേക്ക് സമൂഹത്തിന് മുന്നേ അവരെ ഒരുപാട് കോമാളിയാക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വരുന്നവരുടെല്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കോമാളിയാക്കാതിരിക്കുക. അവർ നിങ്ങൾക്ക് വായി തോന്നുന്ന നിങ്ങളെല്ലാവരും വിളിച്ച് കൂവിക്കൊണ്ട് നടക്കും. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഇപ്പോൾ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോഴത്തേക്ക് ആരുടെയിലൊക്കെ വായി എന്തെങ്കിലും കേൾക്കും. തന്നെയല്ലേ ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ടാണ് ഇടുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ എത്ര കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ തന്നെ കാണും. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാലും ദിയയുടെ ഇൻ്റർവ്യൂ അത് മിക്കവാറും ഒരു അമിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേട്ട് കഴിയുമ്പോഴത്തേക്ക്, കുറച്ച് ഞാൻ കേട്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് തോന്നി അത് വലിയൊരു അമിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. എന്നതൊക്കെയോ തെളിവ് കൊണ്ടൊക്കെയാണ് പുള്ളിക്കാരക്കുന്നത്. ചുമ്മാ ഇരുന്ന് ആളെ തോണ്ടി വിളിച്ച് പണി മേടിച്ച് കിട്ടുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ ഇൻ്റർവ്യൂ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇനി അടുത്ത കാര്യം പറഞ്ഞിട്ട് വരും. അന്നേരം ഫിറോസ് വരും, ഫിറോസിൻ്റെ അടുത്ത കാര്യം പറഞ്ഞിട്ട് വരും, മറ്റേ പുള്ളിക്കാരി അവരുടെ കാര്യം പറഞ്ഞിട്ട് വരും. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കെതിരെ സപ്പോർട്ട് പറയാൻ പറയുന്നത്, നിങ്ങൾക്കെതിരെ ഏത് കാര്യത്തിലാണ് സപ്പോർട്ട് പറയേണ്ടത്?
ഏത് കാര്യത്തിലാണ് നിങ്ങൾക്കെതിരെ സപ്പോർട്ട് പറയേണ്ടത്? നിങ്ങൾ ഭർത്താവിനെ കളഞ്ഞിച്ച് പോയെന്ന് അദ്ദേഹം പറയുന്ന കാര്യത്തിനോ? അത് നിങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഇതും പുറത്ത് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയാണ്. വേറൊരാളുടെ കൂടെ പോയി ഭർത്താവിനെ പറ്റിക്കാനെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് നിങ്ങൾ പറഞ്ഞെന്താ എനിക്കും അയാളോട് ഇഷ്ടം തോന്നിയത്. കുറച്ച് നാൾ അങ്ങേരുടെ കൂടെ നിന്നു, അയാൾക്കും തിരിച്ച് ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടുന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അവിടെ തേപ്പ് നിർദ്ദേശിച്ച് നിങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ നല്ല കാര്യങ്ങൾ. ഇതൊക്കെ തെളിവ് സഹിതം വന്ന കാര്യങ്ങളായിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്നതാണെങ്കിലും പെണ്ണ് ഒരുമ്പെട്ടാൽ നീ കേട്ടിട്ടേ ഉള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. നിങ്ങൾ ഒരുമ്പെട്ട് നിങ്ങളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച പരിപാടിയാണ്. അതിന് ഡബിൾ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിച്ചു. അങ്ങേര് പോലും അറിയാതെ അങ്ങേർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു. സമൂഹത്തിന് മുന്നിൽ അങ്ങനെ മോശക്കാരനാക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു വെച്ചു. പക്ഷെ അത് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് വന്നത് നിങ്ങൾക്ക് തന്നെയാണ് വന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷേ അങ്ങനെ ഒരുപാട് എടുത്തിട്ട് അലക്കാത്ത എന്നറിയോ? ഒരൊറ്റ സ്ഥലത്ത് വെച്ച് പുള്ളി ഇതിനെപ്പറ്റി റിപ്ലൈ കൊടുക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഇത് വിളിച്ച് നിർത്തി നിങ്ങളിതങ്ങ് അവർ അവിടെ പറഞ്ഞ് നിർത്തട്ടെ. അതിനപ്പുറത്തോട്ട് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ പോകാതിരിക്കത്തില്ല, നിങ്ങൾക്ക് റീച്ച് തന്നെയാണ് മുഖ്യം. നിങ്ങൾ നാറിയാലും നിങ്ങൾക്ക് വിഷയം, നിങ്ങൾക്ക് റീച്ചാണ് മുഖ്യം. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കണ്ടന്റ് ആകും, അത്രേ ഉള്ളൂ. എന്നാണെങ്കിലും നമുക്കും ഇനി കണ്ടറിയാം ബാക്കി വരുന്ന കാര്യങ്ങളും ബാക്കി വരുന്ന തെളിവുകളും. എന്നാൽ ഇതൊക്കെ ഒരു ഞെട്ടലുണ്ടാകും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള ഇവരൊക്കെ ബിഗ് ബോസിലൊക്കെ വന്നു, ഇവരൊക്കെ ഈ സമൂഹത്തിന് മാതൃകയാകാനുള്ളവരെന്ന് പറഞ്ഞ് ബിഗ് ബോസിലോട്ട് ഉണ്ടാക്കുന്ന എല്ലാത്തിനും കൂടെ ഏതിനെ വെച്ച് മാതൃകയാക്കും മനുഷ്യർ? ഏതിനെ വെച്ച് മാതൃകയാക്കും? ഒരെണ്ണത്തിനെങ്കിലും കാണിച്ചു തരാനുണ്ടോ അതിനകത്ത് മാതൃകയാക്കാൻ പറ്റിയത്? മാതൃകയാക്കാൻ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരുന്നതാണ്, സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് വലിയത് കാണിക്കുന്നതാണ്. ഇതൊക്കെ അവിടെ ഒന്ന് കാണിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങിക്കാൻ വേറൊന്ന്. ഇവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇതിൽ എന്നേലൊക്കെ ഇച്ചിരി സത്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. കാര്യം വെച്ചാൽ അവരും ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നുമല്ല, അവരും ഭാഗം പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർത്തുക. നിങ്ങളുടെ ശരീരം നോക്കിയാൽ നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ ഈ നെഹ്ളപ്പിനൊക്കെ ഉണ്ടല്ലോ ഒരു അന്ത്യം ഉണ്ടാകുന്നൊരു നിമിഷമുണ്ട്. ആ അന്ത്യം ഉണ്ടാകുന്ന നിമിഷം ചിലപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കുന്നതിനപ്പുറമായിരിക്കും. നമ്മൾ കയ്യിൽ കരുതി പിടിച്ച് വെക്കുന്നതിനൊക്കെ അപ്പുറമായിരിക്കും. അന്നേരം കിടന്ന് നമ്മൾ കരഞ്ഞിട്ടോ അന്നേരം കിടന്ന് ദൈവത്തെ വിളിച്ചിട്ടോ യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ നോക്കുക. ഈ വക സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി ലാസ്റ്റ് എന്നതിലൊക്കെ മുഴുവനായിട്ട് പോകത്തില്ല. ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നവർ അവർ ഒറ്റയടിക്ക് തീർന്നു പോകത്തില്ല, ഇഞ്ചിഞ്ചായിട്ടേ തീരുവുള്ളൂ. അനുഭവിക്കാനുള്ളത് മൊത്തം അനുഭവിച്ചേ പോവുള്ളൂ. അത് സ്വയം നോക്കിയാൽ കൊള്ളാം. എന്നാണേലും നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയക്കാരെ വന്നിച്ചങ്ങ് വാരി അടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നേ. എനിക്കാരും കാണേണ്ടി വരുമല്ലോ. കാര്യം ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ പോയേക്കില്ലേ, നാളെ എന്തായി തീരുമെന്നുള്ള കണ്ടറിയാം.